ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് സുവിശേഷവും പഴയ നിയമഭാഗവും ലേഖനവും ഒക്കെ നമ്മളോട് സംസാരിക്കുന്നത് ദാനധർമ്മത്തെക്കുറിച്ചാണ്. സുവിശേഷത്തിൽ നമ്മൾ വായിക്കും, നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കരുത്. നിങ്ങളുടെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. പഴയ നിയമഭാഗത്തേക്ക് പോകുമ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ്, നമ്മുടെ പ്രാർത്ഥനയും നോമ്പും ഒക്കെ അർത്ഥമുള്ളതായിട്ട് മാറുന്നത് അത് ദാനധർമ്മത്തോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ്. അപ്പോൾ ഒരു കാര്യം ഭയങ്കര ക്ലിയറാണ്, ദാനം കൊടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ദാനധർമ്മം കൂടി ഉള്ളപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ നോമ്പ്, നമ്മുടെ ഉപവാസമൊക്കെ ശരിയായ അതിൻ്റെ അർത്ഥത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇന്ന് സുവിശേഷം നമ്മൾ ആഴത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെ ദാനം ചെയ്യണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ ദാനധർമ്മം എത്തരത്തിലുള്ളതായിരിക്കണം എന്നുള്ളതാണ്. കുറേ വർഷങ്ങൾക്ക് മുൻപ് കണ്ട ഒരു ഷോർട്ട് ഫിലിം ഓർക്കുകയാണ്. നൂലെന്നാണ് അതിൻ്റെ പേര് എന്ന് ഞാൻ ഓർക്കുക. അത് തുടക്കത്തിൽ കാണുക, നമ്മളൊരു ക്ലാസ് റൂമാണ് കാണുക, ഒരു അധ്യയന വർഷത്തിൻ്റെ ആരംഭമാണ്. ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ചോദിക്കുകയാണ്, നമ്മുടെ അടുത്തുള്ള ഒരു സംഘടന കുട്ടികൾക്ക് പഠന ഉപകരണങ്ങളൊക്കെ വിതരണം ചെയ്യാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് അർഹതയുള്ളത് ആരാണ് നമ്മുടെ ക്ലാസ്സിൽ ഉള്ളത്? ഈ ചോദ്യം കേൾക്കുമ്പോഴേ കുട്ടികളെല്ലാം കൂടി ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞു നോക്കും. അപ്പോൾ പുറകിലൊരു മൂലയ്ക്ക് ഒരു പയ്യനിങ്ങനെ പതുങ്ങിയിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ആദ്യത്തെ ഷോട്ട് അവസാനിക്കുക. നമുക്ക് അവൻ്റെ നോട്ടം കാണുമ്പോൾ തന്നെ അറിയാം, ഇങ്ങനെ വർഷങ്ങളായിട്ട് ആവർത്തിക്കുന്ന ഒരു ചടങ്ങാവാനായിട്ട് സാധ്യതയുണ്ട്. എപ്പോൾ ചോദിച്ചാലും എല്ലാ ദാനങ്ങളും സ്വീകരിക്കാൻ ഭാഗത്തിന് എല്ലാ അർഹതയുള്ള ഒരാളായിട്ട് അവനെ ഇങ്ങനെ ക്ലാസ് ഓൾറെഡി മുദ്ര കുത്തി അവിടെ വെച്ചിട്ടുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുക, ഇവൻ ഈ സ്റ്റേജിലേക്ക് ഇങ്ങനെ കയറിപ്പോകുന്നതാണ്. അവിടെ ഉയർന്ന ആരൊക്കെയുണ്ട്, അവർ ഒരു സ്കൂൾ ബാഗും കുറേ പഠനോപകരണങ്ങളൊക്കെ ഇവന് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ മുഖമാണ് കൂടുതൽ നമ്മൾ ക്യാമറയിൽ കാണുക. അതിങ്ങനെ ഭയങ്കര വിളറി, ഭയങ്കര ചമ്മിയിരിക്കുന്ന ഒരു മുഖമാണ്, അല്ലെങ്കിൽ ഭയങ്കര അവൻ സ്വയം വില ഇങ്ങനെ ഭയങ്കര ഇടിച്ചിരിക്കുന്ന മുഖമാണ് നമ്മൾ കാണുക. ഇത് കഴിഞ്ഞ് ഇവന് ഇതൊക്കെ മേടിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴി ഈ ബാഗ് ഇങ്ങനെ ദൂരെ വെള്ളത്തിലേക്ക്, ഒരു പുഴയിലേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് വീട്ടിൽ പോയി തൻ്റെ പഴയ ബാഗ് എടുത്തൊരു നൂലുകൊണ്ട് ഇങ്ങനെ തുന്നുന്നിടത്താണ് ഈ ഷോർട്ട് ഫിലിം അവസാനിക്കുന്നത്. ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ദാനധർമ്മം മറ്റുള്ളവരെ വില കുറച്ച് കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറേയും കൂടെ ചെറുതാക്കി കാണിക്കുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കാനായിട്ടാണ് വചനം നമ്മളോട് പറയുക. നമ്മളൊക്കെ ദാനം ചെയ്യുന്നവരാണ്, ദാനം ചെയ്യുന്നത് നല്ലതുമാണ്. പക്ഷേ ഈശോ പറയുന്നു, നിങ്ങളുടെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ ദാനം കൊണ്ട്, നമ്മളൊരു കൊടുക്കൽ കൊണ്ട് മറ്റുള്ളവരെ കുറേയും കൂടെ വില കുറഞ്ഞവരായിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതങ്ങളെ കുറേയും കൂടെ മൂല്യം കുറഞ്ഞതാക്കിയോ, അല്ലെങ്കിൽ മൂല്യം കുറഞ്ഞതിനേക്കാളൊക്കെ ഉപരി അവരെ തോളിടിഞ്ഞ് ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദാനധർമ്മം എങ്ങനെയാണ് അർത്ഥമുള്ളതായിട്ട് മാറുക? നമ്മൾ വായിക്കുന്നൊരു വചനമുണ്ട്, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ഇരുണ്ടതാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും. നമുക്കതിനെ ഈ വചനത്തോടൊന്ന് ചേർത്ത് വെച്ച് വായിക്കാം. ദാനധർമ്മം നല്ലതാണ്, അത് കുറേയും കൂടെ നമ്മളെ ബെറ്റർ ആക്കാനുള്ളതാണ്. പക്ഷേ നമ്മുടെ ദാനധർമ്മം പോലും മറ്റുള്ളവരെ നന്മയെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഷോ ഓഫ് മാത്രമാണെങ്കിൽ, നമ്മുടെ ഒരു പ്രകടനം മാത്രമാണെങ്കിൽ നമ്മുടെ നന്മയ്ക്ക് എന്ത് അർത്ഥമാണുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ നന്മ കൊണ്ട് ആർക്കെന്ത് ഉപകാരമാണുള്ളത്? പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതങ്ങളെ കുറേയും കൂടെ നന്മയുള്ളതാക്കി മാറ്റുന്ന, മനോഹരമുള്ളതാക്കി മാറ്റുന്ന ഒരു നോമ്പ് അനുഷ്ഠിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് നമ്മുടെ നോമ്പ് വെറും അനുഷ്ഠാനങ്ങളാവാതെ, ആചാരങ്ങളാവാതെ, അതിനോട് സ്നേഹം ചേർത്ത് വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ കൊടുക്കൽ ചേർത്ത് വയ്ക്കാനായിട്ട്, ആ കൊടുക്കൽ മറ്റുള്ളവരെ താഴ്ത്തുന്നതല്ലാതെ, അവരോട് സ്നേഹത്തോട് ചേർത്ത് പിടിച്ച് അവരെ വിലയിടിക്കുന്നതല്ലാതെ, അവരെ കുറേയും കൂടെ നല്ല മനുഷ്യരായിട്ട്, അല്ലെങ്കിൽ കുറേയും കൂടെ തോളുയർത്തി ജീവിക്കുന്ന മനുഷ്യരായിട്ട് മാറ്റുന്നത് കൂടി ആവട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. അതിനുള്ളൊരു കൃപ നമുക്ക് ഈ നോമ്പ് കാലത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ നോമ്പിനെ കുറേയും കൂടെ മനോഹരമാക്കി തീർക്കാം. എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച ആശംസിക്കുന്നു. അതിൽ വലിയൊരു വിശുദ്ധമായ നോമ്പ് കാലം ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.